ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സന്തോഷകരമായിട്ടുള്ള, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള സന്തോഷമായിട്ടുള്ള ന്യൂസ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞങ്ങൾക്ക് ഞങ്ങളുടെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടി ഗൈസ്. ഞാൻ അതെടുത്തോണ്ട് വരട്ടെ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ് ചളവാക്കും. നമ്മളത് കുറച്ച് ഡിലേ വന്നിട്ടോ നമുക്ക് കിട്ടാനായിട്ട്. ഞാൻ പറക്കുന്നുണ്ട്, അതിനകത്ത് കട്ട് ചെയ്യും കേട്ടോ. അല്ലല്ല, പറന്നുപോയേ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്സില് നമ്മൾ അൺബോക്സിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും അവര് സെൻഡ് ചെയ്തിട്ട് കുറച്ച് ഡിലേ ആയിട്ട് നമുക്ക് കിട്ടിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു വെരിഫിക്കേഷൻ വേണമെന്ന്. ഞാനിവിടെ വിചാരിച്ചത് സെൻഡ് ചെയ്ത ആളുടെ അടുത്ത് നിന്നാണ് വെരിഫിക്കേഷൻ പെൻഡിങ് ആയിട്ടിരിക്കുന്നതാണ്. പക്ഷെ അതല്ല, നമ്മളുടെ കുറച്ച് ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ച് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പൊ നമ്മളത് കയ്യിൽ കിട്ടിയപ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ട് കിട്ടിയ സാധനമൊന്നും അല്ല, പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാണ്. എനിക്ക് കുറച്ച്, അതായത് ഇവഞ്ച്വലി നമുക്ക് ഒരു സിൽവർ പ്ലേ ബട്ടൺ എങ്കിലും കിട്ടും, അത്ര നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അത് തന്നെ എല്ലാവരുടെ തലയിൽ. പക്ഷെ എനിക്ക് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഒത്തിരി കുറവായിരുന്നു. എനിക്ക് തിരയല്ല, ഞാൻ എപ്പോഴും ഡീമോട്ടിവേറ്റ് ചെയ്യായിരുന്നു. ഇതൊക്കെ ഇപ്പൊ ചെയ്തിട്ട് എന്താണ്, എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യണമല്ലോ, ലൈക്ക് എന്തെങ്കിലും ഒരു അവാർഡോ സംതിങ്, നമുക്കൊരു അച്ചീവ്മെന്റ് കിട്ടിയാൽ നമുക്കൊന്നും കൂടെ ഒരു എന്താ പറയാ മുന്നോട്ട് പോകാനുള്ള ഒരു ത്വര കൂടുതൽ, മോട്ടിവേഷൻ. ചിലപ്പോ വ്യൂവേഴ്സോ അല്ലെങ്കിൽ ഇനിയിപ്പോ മോണിറ്റൈസേഷന്റെ ഇതാണെങ്കിലും അത് കൂടുന്നില്ല, കുറച്ചല്ലേ കൂടുന്നുള്ളൂ എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ ചെയ്ത് വന്നപ്പോ നമുക്ക് ഇത് ഇവിടം വരെ നമ്മൾ എത്തിയതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ? ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുകയാണ് ഇതില് ശരിക്കും നമ്മളുടെ സപ്പോർട്ടേഴ്സിനും അതുപോലെ തന്നെ ഹേറ്റേഴ്സിനും. കാരണം ഇത് ഹേറ്റേഴ്സ് കുറെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമുക്കത് അങ്ങനെയാണോ എങ്കിൽ നമ്മൾ കാണിച്ചു തരാടാന്ന് പറഞ്ഞ നമ്മൾ ഏതൊരു മനുഷ്യനെ എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്, നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെക്കാളും കൂടുതൽ ഹേറ്റേഴ്സ് ആണ്. ചിലയില് സപ്പോർട്ട് തന്നെ ഉണ്ടാവില്ല, ഹേറ്റേഴ്സ് ആയിരിക്കും. ഇഷ്ടമുള്ള ആൾക്കാർ കണ്ടുപോവായിരിക്കും അല്ലേ. സോറി ഫോർ ദി ഇന്ററപ്ഷൻ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ എത്രത്തോളം ഹേറ്റ് കമൻസ് ഇടുന്നോ അത്രത്തോളം ഞങ്ങളുള്ള ആ ഒരു മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഞങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്, പറഞ്ഞാൽ തീരൂല. കാരണം കുറേ പേര് നമുക്ക് വേണ്ടി തന്നെ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് വേണ്ടി തന്നെ ഒരു യൂട്യൂബ് ഉണ്ടാക്കി, അതായത് ഒരു മെയിൽ അക്കൗണ്ട് ഉണ്ടാക്കി യൂട്യൂബ് ഉണ്ടാക്കി. ചിലപ്പോൾ 1 day ഓൾഡ് ആയിരിക്കും, 1 day ഓൾഡ് തന്നെ ഉള്ള അക്കൗണ്ട് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ വന്നിട്ട് ഫുള്ള് നെഗറ്റീവ് കമൻസ് ഇടുന്നുണ്ട്. അപ്പോൾ അത് ഒരു ദിവസത്തിനുള്ളിൽ ഇത്രയും കമൻറ്റ് ഇട്ടോ, ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ യൂട്യൂബ് എന്താ പറയുക മെയിൽ ID ആണല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ഭയങ്കര ആശ്വാസപ്പെട്ടു. ആക്ച്വലി ഞങ്ങൾക്കും സന്തോഷമാണ് ഇങ്ങനെയൊക്കെ വന്നിങ്ങനെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ ഇടുമ്പോഴുള്ളൊരു സംഭവം. അല്ലാതെ ഹേറ്റ് കമന്റ്സ് ഇടുമ്പോൾ സന്തോഷം ഉണ്ടെന്നല്ല കേട്ടോ, അതിന് സന്തോഷമുണ്ടെന്ന്. അതിന് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക് ഓരോ വീഡിയോസിൻ്റെ അടിയിൽ. നമുക്കല്ല, പ്രത്യേകിച്ച് എനിക്കാണ്. ഞാൻ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ പറയുന്നത്, ഭയങ്കര വൃത്തിയായിട്ടും കാര്യങ്ങളൊക്കെ ആണല്ലോ മിക്ക വീഡിയോസിൻ്റെ അടിയിൽ വന്ന് പറയുന്നത്. പക്ഷെ പിന്നെ മനസ്സിലായി, എന്ത് ചെയ്താലും നമ്മളാ ചീത്ത പറയാനും നല്ലത് പറയാനും കൂടുതൽ ചീത്ത പറയാനായിരിക്കും. കാരണം മറ്റൊരാൾ നന്നാവുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് കണ്ണുകടിയുള്ള ആൾക്കാരാണല്ലോ നമ്മുടെ ചുറ്റും ഉള്ളത്. അത് ഓബ്വിയസ്ലി ആണ്. ഈ ഹേറ്റ് കമന്റ്സ് ഒക്കെ ഇടുന്ന ആൾക്കാരെ ഒരു മെയിൻ മോട്ടീവ് എന്താന്ന് വെച്ചാൽ നമ്മളൊന്ന് തളർത്തുക, ഇമോഷണലി ഒന്ന് തളർത്തുക. ഞാൻ ഇവളോട് പറയും, അതാണല്ലോ മെയിൻ മോട്ടീവ്. സോ നമ്മൾ എന്തിനങ്ങനെ ആവണം, നമ്മൾ ഈച്ച് ഡേ അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. അല്ലാണ്ട് അത് എന്താ പറയുക, എന്തോ രീതിയിലെടുത്ത് നമ്മളെ തന്നെ തളർത്താൻ ഒരിക്കലും പാടില്ല. കാരണം കുറച്ച് എനിക്ക് ഓർമ്മയില്ല, മറ്റേ ആ കുട്ടികൾ ഏതോ ഒരു കുട്ടി മരിച്ചതൊക്കെ ബാഡ് കമന്റ്സ് കാരണം. അപ്പൊ അങ്ങനെയൊക്കെ നീ പോയി ചാവ്, നീ മരിച്ചു കിട്ടണം, എന്നാലേ മാതാപിതാക്കൾക്ക് സന്തോഷമാവുള്ളൂ. ഇങ്ങനെ നമ്മളെ സൂയിസൈഡൽ തോട്ട്സ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറെ കമന്റ് ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ട്. നമ്മളതിന് ചിലതിന് റിയാക്ട് ചെയ്തിട്ടുണ്ട്, ചിലതിന് ചെയ്തിട്ടില്ല, അങ്ങോട്ട് തള്ളി വിടുകയാണ്. കാരണം ഞങ്ങൾ ഇത്ര ഫൈറ്റ് ചെയ്ത് ഞങ്ങളുടെ ടുഗെദർനെസ്, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പം ജീവിക്കുന്നതെല്ലാം ഒരു ഫൈറ്റിലൂടെയാണ് ഞങ്ങൾ നേടിയെടുത്തത്. എന്നിട്ട് അത് ഒരു വഴിപോക്കൻ വന്നിട്ട് ഇങ്ങനെ ഒരു സൂയിസൈഡൽ ഇൻറ്റൻഷൻ വെച്ചിട്ട് അങ്ങനെ ഒരു ചിന്താഗതി ഞങ്ങളുടെ തലയിൽ ഉണ്ടാക്കാൻ നോക്കി. അങ്ങനെ ചെയ്തു വരികയാണെങ്കിൽ ഞങ്ങൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന് ഞങ്ങളുടെ നേടിയ ജീവിതത്തിനോട് ഞങ്ങൾ ചെയ്യുന്നത് ഭയങ്കര ക്രൂരതയായിരിക്കും. വേസ്റ്റ് ആണ്. ഞങ്ങൾ അത്രയും ക്രൂര ഇത്ര ഇത് ഓവർകം ചെയ്ത് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത്.
നമ്മൾ ഇത്രയും ഫൈറ്റ് ചെയ്ത് വന്ന ആൾക്കാരല്ലേ, നമുക്ക് ഇതൊക്കെ നിസ്സാരമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാ, നിസ്സാരം. അപ്പൊ അത്ര തന്നെ. നമുക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തരട്ടെ. ഓൾറെഡി കണ്ടതാട്ടോ, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും. നമ്മൾ ഇവിടുത്തോ പിന്നെ ഒരു എന്റെ ഐശ്വര്യമുള്ള കൈകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നു. അങ്ങോട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ വായിച്ചല്ലേ തളച്ചി. കാണൂല. യൂട്യൂബിന്റെ ഒരു പേപ്പർ. Thank you for the award. ഞാനൊരു കാര്യം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതെടുത്തോ, കാണിച്ചോ. ഇത് ലൈക്ക് എൻ്റെ ഇനീഷ്യലി ഞാൻ തിരെ എഫേർട്ട് ഇട്ടുണ്ടായില്ല. ഇത് എന്താ പറയുക, കൂടുതലും ഡിസേർവ് ആയിട്ടുള്ളത് നമ്മളുടെ സ്വന്തമായിട്ടുള്ള എൻ്റെ പാർട്ട്ണറായിട്ടുള്ള വൈഫാണ്. വെറുതെ പറഞ്ഞ എൻ്റെ വൈഫാണ്. വെറുതെ പറഞ്ഞാണോ? പാർട്ട്ണറായിട്ടുള്ള വൈഫൊക്കെ ഡസൻ മേക്ക് എനി സെൻസ്. ഓക്കെ, അപ്പോൾ എൻ്റെ പാർട്ട്ണറിനാണ് ഇത് കൂടുതൽ ഡിസേർവ് ചെയ്യുന്നത്. കാരണം ഓള് കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഓള് മാത്രമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുണ്ടാവുക. ഇപ്പൊ ഒക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ മാത്രം ഇരിക്കുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ ചെയ്യുന്നതാണ്. എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഞാൻ ചെയ്യുന്നത്. അവർക്ക് എത്ര നമ്മൾ ടൈം കൊടുക്കുന്നുണ്ട്, ഇത് റെഡി ആവില്ല എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാനും പറയുമായിരുന്നു, നമ്മളുടെ ഇതിൽ നമ്മളിപ്പോൾ ഇതിൽ വീഡിയോസ് ഇടുന്നത് നമുക്ക് എന്താ പറയാ, പൈസ കണ്ടന്റ് അരിയാണ്. ഓക്കെ, സമ്മതിക്കുന്നു, അത് ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ കുറെ വർഷം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ അത് ഭയങ്കര ഒരു മുതൽക്കൂട്ടായിരിക്കും. നമ്മള് ചിലപ്പോ ഫോണിലൊക്കെ സേവ് ചെയ്ത് പ്രായമൊക്കെ ആയിട്ട് വരും. പ്രായം വരെയൊക്കെ നീ അങ്ങനെ ജീവിക്കുമോ? ജീവിക്കാനിടത്തോളം നമ്മൾ തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇത് ഒരു നല്ലൊരു ഇതാണ് അല്ലേ, ഒബ്വിയസ്ലി. അപ്പൊ ഇതില് ഞാൻ മാത്രല്ല, ഇവളും കൂടെ ഉണ്ട്. കാരണം ഇവളുടെ ടൈം എനിക്ക് വേണ്ടി തന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇവള് ഫ്രീ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമൊക്കെ പറയാം. അപ്പം ഞാനും അപ്പോഴേക്കും സെറ്റൊക്കെ ആക്കി വെക്കും. എന്നിട്ട് ഇരുന്ന് ചെയ്യലാണ് സംഭവം. ഇപ്പൊ ഇവളും ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? ഞാനും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇവളും ചെയ്യലൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോഴും ഇവള് ഭയങ്കര ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഐ മീൻ ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇത് നമ്മളുടെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഒന്നും കൂടെ എല്ലാവരോടും താങ്ക്സ് പറയാണ്. ഇനി നമുക്ക് ഒരുപാട് മൈൽ സ്റ്റോൺസ് പോകാനുണ്ട്. അപ്പം ഞങ്ങളൊരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുകയാണ്. സെൽഫ് മോട്ടിവേഷൻ ഇസ് ദ ബെസ്റ്റ് മോട്ടിവേഷൻ. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തവർക്കും, ഇപ്പോൾ ചിലർ കമൻസ് ഇട്ടാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ അടിയിൽ പോയിട്ട് നിങ്ങളെന്തിനും അവരെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അവരെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ചിലർ കമൻസ് ഇടാൻ മടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് പേഴ്സണലി DM ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരോടും നമ്മൾ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ പുഷ് ചെയ്ത് വിടുന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് അല്ലേ?